ശബരിമലയിലെ മിൽമ നെയ്യ് തട്ടിപ്പ് നമ്മൾ കുറച്ച് ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ നെയ്യ് തട്ടിപ്പിൽ ദേവസ്വം ബോർഡിന് പങ്കുണ്ടാകാൻ സാധ്യതയില്ല എന്ന് ദേവസ്വം സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട്. മിൽമ ശബരിമലയിൽ വിതരണം ചെയ്ത ക്യാനുകൾ പൊട്ടിച്ചതായി കണ്ടെത്തിയില്ല. മിൽമയിൽ വെച്ചോ പമ്പയിലേക്ക് എത്തിക്കുന്ന സമയത്തോ ആകാം വ്യാജ നെയ്യ് നിറച്ചത്. ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യത്തിൻ്റെതാണ് റിപ്പോർട്ട്. അതേസമയം വ്യാജ നെയ്യ് കലർത്തിയതിൽ അന്വേഷണം വേണമെന്ന് ദേവസ്വം കമ്മീഷണർ ദേവസ്വം സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേർന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണ, ഇതിൽ ദേവസ്വം ബോർഡിനെ കൈയൊഴിയാൻ കഴിയുമോ? അതായത് സീല് പൊട്ടിക്കാതെ ഇതിലെങ്ങനെയാണ് മിൽമയുടെ പാക്കിങ്ങിൽ മറ്റ് നെയ്യ് നിറയ്ക്കുക? ഇത് ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ കഴിയില്ലേ? ഈ പാക്കറ്റ് പൊട്ടിക്കാതെ, അത് സീൽ ചെയ്ത പാക്കറ്റുകൾ പൊട്ടിക്കാതെ അങ്ങോട്ടേക്ക് എത്തുന്നത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമല്ലേ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ? ഒരുപാട് ഭക്ഷ്യവസ്തുക്കളിൽ ചേരുന്നതായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ശ്രദ്ധ വേണ്ടതില്ലേ? ഇതിൽ എങ്ങനെ ഇവർക്ക് കൈയൊഴിയാൻ കഴിയും? മോത്തി, ഇതിൽ ഈ മിൽമ എത്തിക്കുന്ന നെയ്യ് ഇതിൻ്റെ പരിശോധന നടത്തുന്നത് പമ്പയിലെ ഫുഡ് സേഫ്റ്റിയുടെ ലാബിലാണ്, ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ ലാബിലാണ്, അതായത് ആരോഗ്യവകുപ്പിൻ്റെ ലാബിലാണ്. അവിടെ നിന്ന് പരിശോധന നടത്തിയ ശേഷം, അതായത് ഒരു സാമ്പിൾ പരിശോധനയാണ് നടത്തുന്നത്. ഓരോ ബാച്ചിലെയും സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിച്ച് തിരുവനന്തപുരത്ത് പരിശോധിച്ച ശേഷം അതിൽ അപ്രൂവൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റുമായാണ് ഈ പരിശോധിച്ച ബാച്ച് നെയ്കൾ മല കയറ്റി അങ്ങ് സന്നിധാനത്തെത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് അവിടെ ഒരു പരിശോധനാ സംവിധാനമില്ല. മാത്രമല്ല, ഈ പരിശോധന നടത്തി മുകളിലെത്തിച്ചിരിക്കുന്ന ഈ മിൽമയുടെ ഈ നെയ് കണ്ടെയ്നറുകൾ ഒന്നും തന്നെ പൊട്ടിച്ചിരുന്നതായി അല്ലെങ്കിൽ ടാമ്പറിങ് നടന്നതായി കണ്ടെത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രമക്കേട്, അതായത് ഈ വ്യാജ നെയ്യ് കലർത്തിയത് ഒന്നുകിൽ മിൽമയിൽ അല്ലെങ്കിൽ മിൽമയിൽ നിന്ന് പമ്പയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്ന ഫുഡ് സേഫ്റ്റിയുടെ ഉദ്യോഗസ്ഥരടക്കം സംശയത്തിൻ്റെ നേരിലാണ്. കഴിഞ്ഞ ദിവസം ഈ മന്ത്രി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം ദേവസ്വം ബോർഡ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിരുന്നു. ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ ദേവസ്വം വിജിലൻസ് SP-യും ദേവസ്വം സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് സർക്കാരിന് സമർപ്പിക്കുന്നതിനായി. അതിൽ ദേവസ്വം ബോർഡിനുള്ളൊരു പ്രധാന ന്യൂനതയായി പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ സ്വന്തമായി ഒരു പരിശോധനാ സംവിധാനം ഇല്ല എന്നതാണ്. അപ്പോൾ ദേവസ്വം ബോർഡിലേക്ക്, അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്ന ഈ നെയ്യ്, അതായത് 15 ലിറ്ററിൻ്റെ ക്യാൻ വെച്ചിട്ടുള്ള 1.5 ലക്ഷം ലിറ്റർ നെയ്യ് എന്നത് ഈ ടിന്നുകളൊന്നും പൊട്ടിച്ചിട്ടില്ലായിരുന്നു. മാത്രമല്ല, ദേവസ്വം കമ്മീഷണറും വിശദീകരിക്കുന്നത് അവരുടെ മുന്നിലേക്ക് എത്തിയ ഈ സന്നിധാനത്തേക്ക് എത്തിച്ച നെയ്ക്കെല്ലാം തന്നെ ക്വാളിറ്റി ടെസ്റ്റിംഗ് റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വാളിറ്റി ടെസ്റ്റിംഗ് റിപ്പോർട്ട് നൽകുന്നത് ഫുഡ് സേഫ്റ്റി വിഭാഗവുമാണ്. അവിടെയാണ് സംശയത്തിൻ്റെ നേരിടാകുന്നത്. മിൽമയ്ക്കൊപ്പം തന്നെ ഈ ഫുഡ് സേഫ്റ്റി വിഭാഗവും സംശയത്തിന് നേരിടാകുന്നത്. ഏതായാലും ഇനി ഒരു അന്വേഷണം വേണം, ഒരു വിശദമായ അന്വേഷണം, ഒരു തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം അടക്കമുള്ള അന്വേഷണമായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അത് ദേവസ്വം സെക്രട്ടറി ആയിരിക്കും നിർദ്ദേശിക്കുകയും ചെയ്യുന്നത്, സർക്കാരായിരിക്കും അതിൽ തീരുമാനമെടുക്കുന്നത്. എന്തായാലും ഇതിൽ ദേവസ്വം ബോർഡ് ഇനിയിപ്പോൾ ഈ കരാർ ഇതിനോടകം തന്നെ അവസാനിച്ചു. കാരണം 2025 കഴിഞ്ഞ വർഷത്തെ മണ്ഡല മകരവിളക്ക് കാലത്തേക്ക് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങുന്നതിനായിരുന്നു ആ കരാർ അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ മിൽമയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഒരാലോചന ഉണ്ടാകില്ല, അല്ലെങ്കിൽ വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിൽ ഈ വിഷയം വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.